അച്ഛാ ചോറ് വിളമ്പട്ടെ? അച്ഛാ 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 ഉറങ്ങിയാ? ആ ചോറ് വിളമ്പട്ടെ ഞാൻ? എന്തേ കണ്ണെല്ലാം നിറഞ്ഞിട്ടുണ്ടല്ലോ, കരഞ്ഞാ? എന്നായി? ഓർത്തുപോയി. എന്തോർത്തു പോയിന്ന്? അമ്മയോടെ ഇല്ലാത്തവരെന്തോ ഓർത്തിട്ട് സങ്കടം വരുന്നത്? ഞാൻ മിനിയാന്ന് ആ വയോജന മീറ്റിംഗിൽ പോയത് അവിടുത്തെ പ്രശ്നം എന്റെ മനസ്സിൽ വല്ലാണ്ട് പ്രയാസം. എന്നുണ്ടായി പ്രശ്നം? മക്കള് അച്ഛനമ്മമാരെ നോക്കാത്തത്, അകത്താക്കി ഗേറ്റ് പൂട്ടിയിട്ട് പോയത്, മരുമകള് അച്ഛനെ പീഡിപ്പിക്കുന്നു, ഇതൊക്കെ ഞാനിങ്ങനെ ഓർത്തു. അതിനിപ്പോ എന്താ? അതുമായിട്ട് എന്താ ബന്ധം ഇവിടെ? പക്ഷെ നാളെ എനിക്കിത് സംഭവിച്ചാലോ, അങ്ങനെ ആയിട്ട് ഞാൻ ഓർത്തു. മീറ്റിംഗിൽ അങ്ങനെ എന്തെല്ലാം പറയോ വെച്ചാ? അത് വിചാരിച്ചിട്ട് ഇങ്ങനെ സങ്കടം വന്നിട്ട് എന്നാ വേണ്ടേ? എന്നാന്ന് സ്വപ്നം കണ്ട് നീ ശരിക്കും പറ. എനിക്ക് സങ്കടം വരുന്നില്ല ഇങ്ങനെ കരയുന്ന കാണുമ്പോ? പറയാം. ഈടെയായിരുന്നു നീ? ഞാൻ പറഞ്ഞിട്ടില്ല ഈടെ ഇരിക്കണ്ടാന്ന്, അപ്പുറം ഇരിക്കാന്ന് പറഞ്ഞിട്ടില്ല. ഈടെ ഇരുന്നാൽ എനിക്ക് വൃത്തിയാക്കാനൊന്നും പറ്റൂല. അപ്പുറം ആ ഷെഡിന്റെ കോലായിക്ക് ഇരിക്കാം. അങ്ങോട്ട് വാ. ഈടെ ഇരുന്ന് എനിക്ക് വൃത്തിയാക്കാനൊന്നും ആവൂല. ഈടെ ഇരുന്നിട്ട് കഴിച്ചാൽ മതി. ഇനി ഞാൻ പറഞ്ഞിട്ട് ആടെ ഇരിക്കണ്ടാന്ന്. ഈടെ ഇരുന്നിട്ട് കഴിച്ചാൽ മതി. അപ്പുറത്തിരിക്കൊന്നും വേണ്ട ഇനി അകത്ത്. ഇതപ്പായി ഇതിന്റെ ഉള്ളിൽ തന്നെ കടന്നാൽ മതി. ഇനി അപ്പുറം കടന്നേരം എനിക്ക് തുണിയൊന്നും വൽക്കാനൊന്നും കഴിയൂല. ഇവിടെ തന്നെ കടന്നു. വേണ്ടായിരുന്നു ഈ ചോറ് ഇങ്ങനെ കഴിച്ചിട്ട് ഒരു കാര്യമില്ല. പ്രസവിച്ച് ഒരാഴ്ച കഴിയുമ്പോ അമ്മ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്ന് തന്നെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ വേണ്ടായിരുന്നു, ഈ ജീവിതമേ വേണ്ടായിരുന്നു. പെണ്ണുമക്കളെയും ആണും മോനെയും എല്ലാവരെയും വളരെ നന്നായി വളർത്തി അവസാനം എനിക്ക് ഈ ഗതി വന്നല്ലോ ഭഗവാനെ. ജീവിതം അവസാനിപ്പിക്കാൻ ഒട്ടും മനസ്സും വരുന്നില്ല. ഞാനൊരു തെറ്റ് ചെയ്തു. ഈ വീടും വളപ്പും മോന്റെ പേരിൽ എഴുതി വെച്ചു. അത് ഞാനിപ്പോ അനുഭവിക്കുന്നത് ഇല്ല. ഇനിയുള്ളവർക്ക് ഇതൊരു പാഠമാകണം. സ്വത്ത് മക്കൾക്ക് എഴുതി കൊടുക്കണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷെ കൊടുക്കുമ്പോ മക്കളെ അമ്മയും അച്ഛനെയും സംരക്ഷിച്ചില്ലെങ്കിൽ ഏത് സമയത്തും ഈ സ്വത്ത് തിരിച്ചെടുക്കാവുന്നതാണെന്നൊരു ബാധ്യത അതിനകത്ത് വെക്കണം. അച്ഛനും അമ്മയെയും സംരക്ഷിച്ചു കൊള്ളാമെന്നും എഴുതി ചേർക്കണം. അത് ചേർക്കാത്തതിന്റെ അനുഭവമാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള എല്ലാ അച്ഛനും അമ്മയ്ക്കും ഇതൊരു പാഠമാകണം. ഇതാണ് കാര്യം. അങ്ങനെ എവിടെയെല്ലാം എന്തെല്ലാം നടക്കുന്ന വെച്ചാ വാർത്തയിൽ അങ്ങനെ ഒരുപാട് കാര്യം വരുന്നുണ്ട്. അത് വിചാരിച്ചിട്ട് ഈടെ അങ്ങനെ നടക്കുമെന്ന് വിചാരിച്ചിട്ട് എന്തിനാ പേടിക്കുന്നേ? നമ്മളാരും അങ്ങനെ ആക്കുന്നില്ലല്ലോ. മോനായാലും എല്ലാരും അങ്ങനെയല്ലേ. അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് അച്ഛൻ ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട. അതൊന്നും എവിടെയല്ലോ നടക്കുന്ന കാര്യമാണ്. ഈടെ ഒന്നും നടക്കൂല. അച്ഛൻ കൈ കഴുകിയിട്ട് വാ, നമുക്ക് ചോറുണ്ണാലോ.